ഹായ് ഫ്രണ്ട്സ്, അപ്പം സനൽസ് ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കിളിലല്ല പോകുന്നത്. ഇന്ന് നമ്മുടെ സുഹൃത്തായ ബിജോ ബേബിയുടെ ഒരു പുതിയ ഹോണ്ട സിറ്റി കാറ് അവൻ പുതിയത് വാങ്ങിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ ദിവസം കൊണ്ട് പറയുന്നു ഒരു ടൂറ് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് തീരുമാനിച്ച് ഞങ്ങൾ 4 പേരുണ്ട്. നമ്മുടെ പ്രജിത്ത്, നമ്മുടെ പ്രേംജിത്ത്, നമ്മുടെ ബിജോ ബേബി. അപ്പോൾ ബിജോ ബേബിയുടെ കാറിൻ്റെ പാർട്ടിയാണ് ഇന്ന്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയത്ത് വാഗമണ്ണിലാണ്. വാഗമണ്ണിൽ നമ്മൾ സൈക്കിളിൽ പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് നമ്മൾ റൂട്ടൊക്കെ ഒന്ന് കണ്ടുവിടെ എത്ര കയറ്റമുണ്ട് അതും ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വാഗമണ്ണിലേക്ക് പോവാണ്. വാഗമണ്ണിൽ നിന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരു ചെറിയ കറക്ഷനുണ്ട്. ഇടുക്കി ജില്ലയാട്ടോ വാഗമൺ. എനിക്കും അറിയത്തില്ല, ഞാൻ ഇത്രയും നാളും വാഗമൺ കോട്ടയമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ചെങ്ങന്നൂർ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. അവിടുന്ന് പിന്നെ പതുക്കെ തിരുവല്ല എന്ന് റൈറ്റ് കട്ട് ചെയ്ത് വാഗമണിൻ്റെ അടുത്ത് തന്നെ ഒരു ഇല്ലിക്കൽ കല്ലെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സമയം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെയും കൂടെ ഒന്ന് പോകുന്നതായിരിക്കും. നമ്മൾ മണർക്കാട് പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് മണർക്കാട് പള്ളി. വളരെ ഫേമസ് ഒരു പള്ളിയാണ്. ഇതാണ് മണർക്കാട് പള്ളി അല്ലേ? ഫ്രണ്ട് വെച്ചത് അതിൻ്റെ ആണല്ലേ. അങ്ങനെ ഞങ്ങൾ മണർക്കാട് പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര ഫേമസായ പള്ളിയാണ്. നിങ്ങൾ വന്നിട്ടുണ്ടോ നേരത്തെ? ഇല്ലയോ? ഈ കാണുന്നതാണ് നമ്മുടെ മണർക്കാട് പള്ളി. അപ്പോൾ നമ്മൾ ഒരു 1.5 മണിക്കൂറോളം ഇപ്പോൾ യാത്രയും കഴിഞ്ഞിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറുക ഒരു കടയിൽ. ഇതിപ്പോൾ എവിടെ സ്ഥലം? പുതുപ്പള്ളി അല്ലേ? പുതുപ്പള്ളി. അപ്പം നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കള്ളപ്പം. ഞാൻ ആദ്യമായിട്ട് കഴിക്കും ഈ കള്ളപ്പം. കള്ളപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതിരിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പക്ഷേ അപ്പം എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ പൊരിക്കത്തുള്ളൂ. ഇത് 2 സൈഡും ഇതാണ്ട് പൊരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാം, ഒരുവിധം കൊള്ളാം. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെളിയിലിറങ്ങുമായിരുന്നു. നമ്മൾ പ്രതീക്ഷ പോലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കോട്ടയം ഭാഗത്തൊക്കെ നല്ല ഭക്ഷണം കിട്ടുമെന്നും പറഞ്ഞാണ് നമ്മൾ വന്നത്. പക്ഷെ അത്ര സുഖം പോരാ. ഇനി ഇതിൻ്റെ പോരായ്മ നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണത്തിൽ നിന്ന് തീർക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വാഗമൺ ഇനി ഒരു 20 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ സ്ഥലം കിട്ടി, ഒരു മാർമല അരുവി. അപ്പോൾ അവിടെ വെള്ളം ഉണ്ടോ എന്തോന്ന് അറിയത്തില്ല. അങ്ങോട്ടൊന്ന് പോകുക. ഒന്ന് കട്ട് റൂട്ട് കയറിയിട്ട് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. കയറി നല്ല സൂപ്പർ സീനറി. ആ ഭാഗത്തും കണ്ടാന്ന് തോന്നുന്നു, ആ മലയെ കണ്ടില്ലേ. അപ്പം അവിടെ പോയി വെള്ളം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. കോവിഡ് പശ്ചാത്തലത്തിൽ മാർമല വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. ഇന്ന് കോവിഡ് കാരണം കൊണ്ട് കുളിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് കാണാൻ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ
ബാക്കിയുള്ള ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ കൂടുതൽ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ കാണും, നമുക്കൊരു പ്രൈവസി കിട്ടത്തില്ല. ഇവിടെ ആകുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ വന്നതല്ല, വേറൊരു ഫാമിലി മാത്രമേ ഉള്ളൂ കൂടെ. ഇനി ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വാഗമണിലേക്ക്. നല്ല വെയിലുണ്ട്. ഇനി അവിടെ മലയുടെ മണ്ടയ്ക്ക് കയറുമ്പോൾ ഇച്ചിരി തണുപ്പ് കിട്ടുമായിരിക്കും. കാട്ടരുവിയിലേക്കുള്ള വഴിയാണ്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇച്ചിരി തണുപ്പുണ്ട്. എന്തായാലും നമുക്ക് താഴോട്ട് പോകാം. അപ്പോൾ വഴി താഴോട്ട് ഒരു വഴി കിടക്കുന്നു, മേലോട്ട് ഒരു വഴി കിടക്കുന്നു. ഏത് റോഡാണെന്ന് അറിയത്തില്ല. നമ്മൾ എന്തോരം നേരെ പോവുക. പോയി മലയുടെ മണ്ടക്കോട്ടെ കാണാം. ഇല്ല, അങ്ങോട്ട് തീരുവോ? പോ. നമ്മുടെ സംഭവം എൻഡിങ് ആണ്. നമ്മൾ തിരിച്ച് അപ്പുറത്തെങ്ങാണ്ട് ഫാൾസ് ഉള്ള. ബാ ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ സ്ഥലത്തോട്ട് വന്നത്. നമ്മളിത് തിരിച്ച് പോകാൻ ഭാവിച്ചതാ. നല്ല മനോഹരമായ സ്ഥലം വന്ന്. അടിപൊളി മലനിരകളാണ് കേട്ടോ ഇതെല്ലാം. വാഗമണിൻ്റെ ഒരു സൈഡാണ്. വാഗമൺ ഇടുക്കി മലനിരകൾ തുടങ്ങുക വാഗമണ്ണിൽ നിന്ന്. ഇനി ഒരു ചെറിയ അരുവിയും കൊണ്ട് താഴെ, അതുകൂടെ ഒന്ന് പോയി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അരുവിയുടെ ആ താഴത്തെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ മുമ്പേ കണ്ട അരുവിയുടെ ഏറ്റവും താഴത്തെ ഭാഗം. ഇവിടെ ആകുമ്പോൾ ആഴമൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കളകളാന്നുള്ള സൗണ്ടും പാറയെ തട്ടിയുള്ള ആ ഒരു ഒഴുക്കും കാര്യങ്ങളുമൊക്കെ. ഇവിടെ ഒന്നും ഒരു മനുഷ്യല്ല, ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. വഴുക്കലുണ്ട്, എങ്കിലും ശ്രദ്ധിച്ചു പോവുക. അടിപൊളി. നല്ല ആ അരുവി കളകള സൗണ്ടും. അപ്പോൾ ഈ അരുവിയും കഴിഞ്ഞ് ഇനി മേലോട്ട് പോവുക. ഇനി എങ്ങും നിൽക്കുന്നില്ല. ഇനി നേരെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വാഗമൺ. എന്തുവരെ വാഗമൺ എന്ന് പറഞ്ഞാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ വാഗമണിലേക്ക് തന്നെ പോവാം. നമ്മളിപ്പോൾ എൻ്റെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിനകത്ത് കയറി. 70 രൂപ ടിക്കറ്റാണ് കേട്ടോ വണ്ടി അകത്ത് കയറുന്നതിന്. പക്ഷെ നല്ലൊരു സൂപ്പർ ലൊക്കേഷനാണ് കേട്ടോ. നമ്മളാണ്ട് ഇവിടെ അഡ്വഞ്ചർ പാർക്കിനകത്തൊരു വാച്ച് ടവറിൻ്റെ മണ്ടയ്ക്കോട്ട് കയറാൻ പോവുക. സൂയിസൈഡ് പോയിൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അടിപൊളി ലൊക്കേഷനാണ്.
വാ, അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്, പക്ഷേ അത് പണി നടന്നുകൊണ്ടിരിക്കുക, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് കയറാം. നമ്മുടെ ബിജു ബേബി DSLR-നകത്ത് തകർത്ത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മണ്ടക്കോട്ട് കയറണം. ഭഗവാനേ, വളരെ നല്ല വ്യൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിപ്പോൾ ചെറിയ കാറ്റ്, തണുപ്പ് എല്ലാം കൊണ്ടും അടാറ്. സൂപ്പർ. നമ്മളിപ്പം അഡ്വഞ്ചർ പാർക്ക് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ പൈൻ വാലിയിലേക്കാണ് പോകുന്നത്. പൈൻ മരങ്ങൾ കൊണ്ട് നിറഞ്ഞ വാഗമണിൻ്റെ മറ്റൊരു മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി പോവുകയാണ്. എന്തുവായാലും നല്ല ഒരു സമയത്ത് നമ്മൾ വന്നത്. ഉച്ച കഴിഞ്ഞ് ആ ഫോഗൊക്കെ ഇറങ്ങുന്ന സമയമായതുകൊണ്ട് കാണാനും നല്ല മനോഹരമായിരുന്നു. അപ്പോൾ നമ്മൾ പൈൻ വാലിയിലേക്കുള്ള എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓരോ ചെറിയ ചെറിയ കടകളും മാക്സിമം കടകളൊക്കെ അവധി തന്നെ. സീസൺ ആയില്ലെന്ന് തോന്നുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പൈൻ മരങ്ങളുടെ നടുക്കൂടെ എത്തി. നടുക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ 50 രൂപ കൊടുത്ത് വീഡിയോ ക്യാമറയുടെ പെർമിഷൻ എടുത്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള വിജയുടെ തയ്യാറെടുപ്പ്. വിജയാണ് നമ്മുടെ ക്യാമറമാൻ. അതിൻ്റെ ഇപ്പം ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും തുടങ്ങിയത്. അപ്പം ആൾക്കാരൊക്കെ ഇപ്പം പൊതുവെ കുറവാണ്. പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. ആൾക്കാർ അധികം റഷും ഒന്നും ഇല്ലാത്തതുകൊണ്ടേ. നമ്മളിപ്പോൾ പോയ ലൊക്കേഷനിലെല്ലാം ആൾക്കാരും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കാണാനും നമുക്ക് ആ എൻജോയ്മെൻറ്റ്, നമ്മുടെ പ്രൈവസിയും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്യാനും പറ്റും. മൊത്തം പൈൻ മരങ്ങൾ ഇങ്ങനെ ഒരു കാട് പോലെ കിടക്കുകയാണ്. അങ്ങനെ പൈൻ വാലിയും കണ്ടിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങുക. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അപ്പോൾ മൊട്ടക്കുന്നിൽ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ കയറി. മൊട്ടക്കുന്നിലോട്ട് പോവുക, എത്തിയില്ല. നല്ല സൂപ്പർ ചൂട് കേക്ക് നമ്മുടെ കൊച്ചാട്ടിന് ഇപ്പോൾ ഉണ്ടാക്കി അങ്ങോട്ട് ഇറക്കിയതേ ഉള്ളൂ. നല്ല സൂപ്പർ കേക്ക്. നാല് ചായ. മുട്ടക്കുന്ന് പോകും, പിന്നെ പാലൊഴുകും പാറ നേരെ പോയിട്ട് നേരെ പോകണം.